ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിൽ കേരള പാഠാവലിയാണ്. ഭാഗം 2 ടെക്സ്റ്റ് ബുക്കാണ്. യൂണിറ്റ് 4 അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ എന്ന യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ മീനോളം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് മീനോളം. ആദ്യം തന്നെ 2 മീനുകളുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യനാണ് ആദ്യം തന്നിരിക്കുന്നത്. കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്ത്? താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം? ഇങ്ങനെ 2 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്ത്? ഉത്തരം: കുട്ടി ചോദിച്ച ചോദ്യത്തിന് അമ്മ പല മീനുകളോടും ഉത്തരം തേടി. പലരും പല ഉത്തരങ്ങളാണ് നൽകിയത്. കോരയും ഏട്ടയും നിനക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു. കടൽ എന്താണ് അന്വേഷിച്ചു പോകുന്നവർ തിരിച്ചു വരില്ല എന്നാണ് മുള്ളനും സ്രാവും പറഞ്ഞത്. കാണാത്ത മാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും നമ്മൾ തിരിച്ചറിയണം എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്ത മറുപടി. അടുത്ത ചോദ്യം: താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം? ഉത്തരം: നമ്മൾ ആരും ഇന്നേ വരെ കാണാത്ത കടൽ മൊത്തം മൂടുന്ന മാനത്തെ ഞാൻ കണ്ട് ആസ്വദിച്ചു. പഞ്ഞി പോലെ പാറിപ്പറക്കുന്ന മാനത്തെയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ആകാശത്ത് കണ്ണു നിറയെ കണ്ടു. അടുത്തത് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനമാണ്. ചർച്ച ചെയ്യാം, എഴുതാം. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കടലിനെ പറ്റി അറിയാനുള്ള വ്യഗ്രതയുള്ള കുഞ്ഞിന്റെ മനസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏത് ആപത്തിൽപ്പെട്ടാലും കുഞ്ഞിനെ രക്ഷിക്കാനും താങ്ങായി നിൽക്കാനും അമ്മ ഉണ്ടാകും എന്നൊരു വിശ്വാസം കുഞ്ഞിന് ഉണ്ടായിരുന്നു. മകൻ എല്ലാവരുടെയും മുൻപിൽ വിജയിച്ചു നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മയെയാണ് കുഞ്ഞ് ഇവിടെ കാണുന്നത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ചോദ്യം നോക്കാം. അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിന്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. അപ്പോൾ ഇതിലൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭിപ്രായം ഇതിൽ ചേർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ലോകം മാറുകയാണ്, ആദ്യം വേണ്ടത് എന്നറിയുകയും അംഗീകരിക്കുകയുമാണ്. ഇവിടെ ലോകം മാറുകയാണെന്നൊരു കോമ ഇടുക. ആദ്യം വേണ്ടത് എന്നറിയുകയും അംഗീകരിക്കുകയുമാണ്. എന്ന് വേണ്ട. പുതിയ തലമുറയ്ക്ക് എല്ലാ അർത്ഥത്തിലും വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ എന്തു സംഭവിച്ചാലും ഉടൻ അറിയാം. ചുറ്റും അറിവുണ്ടെന്നു കരുതി അത് നമ്മിലേക്ക് ഇടിച്ചു കയറുകയില്ല. മാറുന്ന ലോകത്തെ കേരളത്തിൽ ഇരുന്ന് പ്രതിരോധിക്കാം എന്ന ചിന്തയും മാറണം. സാങ്കേതിക വിദ്യകൾ മാറുന്നതിനനുസരിച്ച് ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയേ പറ്റൂ. നെക്സ്റ്റ്, വിശകലന കുറിപ്പ് തയ്യാറാക്കാമാണ്. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിന്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിനു കാരണം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഉത്തരം നോക്കാം. കുഞ്ഞുമീൻ ചോദിച്ച ചോദ്യത്തിന് അമ്മ പലരോടും ഉത്തരം തേടി നടക്കുകയാണ്. ഇവിടെ കോരയും ഏട്ടയോടും ചോദിച്ചപ്പോൾ നിനക്ക് പ്രാന്താണെന്നാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഉത്തരം തേടി പലരും പോയിട്ടുണ്ട് എന്ന് നെത്തോലി പറയുമ്പോൾ അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും പറയുന്നു. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം പറയുന്നു. തിരിച്ചു വന്നെങ്കിലും അവർക്ക് മിണ്ടാട്ടമില്ല എന്ന് നെയ്മീനും ചെമ്മീനും പറയുന്നു. പല ഉത്തരങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കടലിനെ അന്വേഷിച്ചു പോയാൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ഉത്തരത്തിലേക്കാണ് അമ്മ എത്തിച്ചേർന്നത്.
കഥാപാത്ര നിരൂപണമാണ് അടുത്തത്. ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതിൻ്റെ ഒരു കഥാപാത്ര നിരൂപണമാണ്. നോക്കാം. മീനോളം എന്ന നാടകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കുട്ടിയാണ്. കടലിനെ പറ്റി അറിയാനുള്ള വ്യഗ്രതയുള്ള കുഞ്ഞിൻ്റെ മനസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ നാടകത്തിൽ കുഞ്ഞ് എന്ന കഥാപാത്രം ഇന്നത്തെ തലമുറയിൽപ്പെട്ടതാണ്. അറിവ് നേടാൻ ഏത് അറ്റം വരെയും സഞ്ചരിക്കും. ആപത്തുകളെ കൈവയ്ക്കാതെ മുന്നോട്ടു പോകുന്ന ഇന്നത്തെ തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് കുട്ടിയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് പദങ്ങൾ ചേർക്കാം, പിരിക്കാം. അപ്പം നമുക്കിവിടെ കുറച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് നാലെണ്ണം നിങ്ങൾ വായിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഈ വാക്യങ്ങളിലെ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഉത്തരം തേടിപ്പോയവർ പണ്ടുമുണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം. അപ്പോൾ ഈ തേടിപ്പോയവർ എന്നുള്ളതിനെ ഇവിടെ പിരിച്ചെഴുതി. കണ്ടോ, ഈ തേടിപ്പോയവർ ഇവിടെ ഒരുമിച്ച് എഴുതിയത് പിരിച്ചെഴുതി. അതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ നമ്മൾ പിരിച്ചു, ഉണ്ടായിരുന്നു എന്ന്, അങ്ങനെ രണ്ട് വാക്കാക്കി. നെത്തോലിക്കൂട്ടം എന്ന് ഒരുമിച്ച് എഴുതിയാൽ നെത്തോലി പ്ലസ് കൂട്ടം, അങ്ങനെ രണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എല്ലാം എഴുതി വന്നിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരാരും തിരിച്ചു വന്നില്ല എന്ന് മുള്ളനും സ്രവം. ഇവിടെ തിരിച്ചു വന്നില്ല എന്ന് ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ തിരിച്ച് പ്ലസ് വന്നില്ല പ്ലസ് എന്ന് മൂന്നാക്കി അതിനെ പിരിച്ചിട്ടുണ്ട്. കണ്ടോ. അടുത്തത് കണ്ടവരുണ്ടെന്ന് എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടവർ ഉണ്ട് എന്ന് അങ്ങനെ ആക്കി. അവർക്ക് മിണ്ടാട്ടമില്ല എന്ന് നെന്മീനും ചെമ്മീനും. അപ്പോൾ എന്താണ്? മിണ്ടാട്ടമില്ലെന്ന് അല്ലെ, മിണ്ടാട്ടം ഇല്ല എന്ന് അങ്ങനെ ആക്കുക. പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും വാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചർച്ച ചെയ്യുക. പാഠഭാഗത്തു നിന്ന് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക. അപ്പം ഇവിടെ ഈ പദങ്ങൾ പിരിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വരും അല്ലേ. ഇതാണ് ഈ തേടിപ്പോയവരുടെ ഒറ്റ വേർഡ് നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ തേടി പ്ലസ് പോയവർ എന്ന രണ്ട് വേർഡായി മാറി. അതാണ് പ്രത്യേകത. അപ്പം നമുക്ക് നോക്കാം പാഠത്തിൽ ഇതുപോലത്തെ വേർഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇതാണ് ആദ്യത്തെ പഞ്ഞിക്കടൽ. അത് പഞ്ഞി പ്ലസ് കടലായി മാറും. പിന്നെ പരപ്പുമുണ്ടെന്ന് അറിഞ്ഞു. പരപ്പ് പ്ലസ് ഉണ്ടെന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്നാക്കാം കേട്ടോ. പരപ്പ് പ്ലസ് ഉണ്ടെന്നറിഞ്ഞു എന്നാക്കാം, അല്ലെങ്കിൽ പരപ്പ് പ്ലസ് ഉണ്ട് എന്നറിഞ്ഞു, അല്ലെങ്കിൽ എന്ന് പ്ലസ് അറിഞ്ഞു എന്നാക്കാം. പിന്നെ കടൽ ഉൾക്കൊള്ളാൻ, കടൽ പ്ലസ് ഉൾക്കൊള്ളാൻ. എത്താനില്ലെന്നും എത്താൻ പ്ലസ് ഇല്ലെന്നും. സംശയമില്ല, സംശയം പ്ലസ് ഇല്ല. ആവേലി കൂട്ടം, ആവേലി പ്ലസ് കൂട്ടം. ഈ എത്താനില്ല എന്നുള്ളതൊക്കെ എത്താൻ പ്ലസ് ഇല്ല പ്ലസ് എന്നൊന്നും ആക്കാട്ടോ. നമുക്കിതിനെ മൂന്നെണ്ണാക്കി പിരിക്കാൻ പറ്റും. ഇത് രണ്ടാക്കിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ എത്താൻ പ്ലസ് ഇല്ല പ്ലസ് എന്നും എന്നാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആദ്യത്തെ ഈ ഉണ്ടെന്ന് അറിഞ്ഞു എന്നുള്ളത് ഉണ്ട് പ്ലസ് എന്ന് പ്ലസ് അറിഞ്ഞു എന്നും ആക്കാം. ഓക്കെ, നെക്സ്റ്റ് സചിത്ര നിഘണ്ടു നമുക്ക് തന്നിട്ടുണ്ട്. കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ തന്നിട്ടുണ്ട്. കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, ഒപ്പന. അത് നിങ്ങൾ വായിക്കുക. ഇതുപോലെ കൂടുതൽ കലാരൂപങ്ങളെ കുറിച്ച് ലഘുവിവരണം ഉൾപ്പെടുത്തി സചിത്ര നിഘണ്ടു തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള കലാരൂപങ്ങളുടെ തരാം. നിങ്ങൾ അത് ചിത്രങ്ങൾ വെച്ച് ഒരു നിഘണ്ടു പോലെ ആക്കുക കേട്ടോ. ആദ്യം തന്നെ കഥകളിയാണ്. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. ആട്ടം, പാട്ട്, വാദ്യം, അഭിനയ സാഹിത്യം, ചിത്രകല മുതലായ മിക്ക അടിസ്ഥാന കലകളും ഇതിൽ ചേർന്നിട്ടുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ പ്രധാനമായും 5 വിഭാഗങ്ങളായി കഥകളി വേഷങ്ങളെ തരംതിരിക്കുന്നു. കലയുടെ രാജാവ് എന്നാണ് കഥകളി അറിയപ്പെടുന്നത്. അടുത്തത് ഓട്ടൻതുള്ളലാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജനകീയ ദൃശ്യകലകളിൽ ഒന്നാണ് തുള്ളൽ. കുഞ്ചൻ നമ്പ്യാറാണ് ഈ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. ഹാസ്യവും പരിഹാസവും തുള്ളലിന്റെ പ്രധാന ഘടകങ്ങളാണ്. തുള്ളൽ 3 തരമുണ്ട്: പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഓട്ടൻതുള്ളൽ. അടുത്തത് ചാക്യാർ കൂത്താണ്. കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത്. ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് പരമ്പരാഗതമായി കൂത്ത് അവതരിപ്പിക്കുക. ഇത് ഒരു ഏകാംഗ കലാരൂപമാണ്. കൂത്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മിഴാവ് കൊട്ടും നൃത്തവും വിനോദവും കൂത്തിലുണ്ട്. ചാക്യാർ രംഗത്ത് വന്ന് രംഗവന്ദനം കഴിഞ്ഞാൽ ചാരി എന്നു പേരുള്ള നൃത്തം തുടങ്ങും. പിന്നീട് ഗദ്യപദ്യങ്ങൾ ചൊല്ലി അർത്ഥം പറയും.
നെക്സ്റ്റ് മാർഗംകളി. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദകലയാണ് മാർഗംകളി. മാർത്തോമാ ശ്ലീഹയുടെ ചരിത്രമാണ് മാർഗം കളിപ്പാട്ട്. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും പരമ്പരാഗത വേഷത്തിൽ പാടി ചുവട് വെച്ച് നടത്തുന്ന കളി. പുരുഷന്മാരുടെ കളിയിൽ ആയോധന മുറകളും ഉണ്ടാകും. അരങ്ങിൽ തിളങ്ങാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് മീനോളം നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക, തുടർന്ന് ആവശ്യമായ അരങ്ങു സാമഗ്രികൾ ഒരുക്കി കൂടുതൽ തയ്യാറെടുപ്പോടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുക. നിങ്ങൾ ചെയ്യുക അത്. നെക്സ്റ്റ് നമുക്കുള്ളത് ജീവചരിത്രക്കുറിപ്പാണ് നമ്മൾ പറയാൻ പോണത്. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജനപ്രിയ വരകളാണിവ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നോക്കൂ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പിലേക്ക് കടക്കാം. ആർട്ടിസ്റ്റ് നമ്പൂതിരി. കേരളത്തിലെ പ്രസിദ്ധനായ ചിത്രകാരനും ശില്പിയുമായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. 1925 പൊന്നാനി കുരുമാട്ടില്ലത്ത് ജനിച്ചു. മാതൃഭൂമി, കലാകൗമുദി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ആയിരക്കണക്കിന് രേഖാചിത്രങ്ങൾ വരച്ചു. വളരെ ജനപ്രിയമാണ് അദ്ദേഹത്തിന്റെ വരകൾ. തകഴി ശിവശങ്കരപിള്ള, കേശവദേവ്, MT വാസുദേവൻ നായർ തുടങ്ങിയ നിരവധി മലയാള സാഹിത്യകാരന്മാർക്ക് അദ്ദേഹം ചിത്രരചന നടത്തിയിട്ടുണ്ട്. 2003 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മീനോളം എന്ന പാഠത്തിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.